ഇറാനിൽ നിന്നും മുസ്ലിം സ്ത്രീകളുടെ ധീരമായ പ്രവൃത്തികൾ പലപ്പോഴും ലോക ശ്രദ്ധ ആകർഷിക്കാറുണ്ട്. തങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നം എന്ന രീതിയിലാണ് ഇറാനിയൻ സ്ത്രീകൾ പലപ്പോഴും തെരുവിലിറങ്ങുന്നതും സർക്കാരിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുന്നതും. അത്തരത്തിൽ ഇറാനിലെ സ്ത്രീകൾ അഴിച്ചുവിട്ട ഒരു ഭൂതമായിരുന്നു ഇറാനിൽ വലിയ പ്രക്ഷോഭത്തിനിടയാക്കിയത്. അതാണ് ഹിജാബ് സമരം. ഹിജാബ് ധരിക്കാത്ത സ്ത്രീകൾ മാനസിക രോഗ പ്രശ്നമുള്ളവരാണെന്നും അവർ ക്ലിനിക്കുകളിൽ പോകണമെന്നും അവിടെയുള്ള മതപുരോഹിതന്മാരുടെ അല്ലെങ്കിൽ മതപൗരോഹിത്യത്തിന്റെ തലയിൽ ചവിട്ടിക്കൊണ്ടാണ് അവർ വലിയ രീതിയിൽ ഹിജാബ് പ്രക്ഷോഭം അഴിച്ചുവിട്ടത്. അതിനുശേഷം ഹിജാബ് ധരിക്കാത്ത സ്ത്രീകൾക്ക് വധശിക്ഷ കിട്ടും എന്നുള്ള നിയമം വന്നതോടുകൂടി വലിയ രീതിയിൽ സ്ത്രീകൾ പ്രതിഷേധിക്കാൻ തുടങ്ങി. ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ ഈ പ്രതിഷേധത്തെ മുതലെടുത്ത് തങ്ങളുടെ രാജ്യത്തിനകത്ത് ആഭ്യന്തര കലാപം ഉണ്ടാക്കും എന്ന് കണ്ടതുകൊണ്ട് തന്നെ ഇറാൻ പിന്നോട്ട് പോകുന്ന കാഴ്ചയും കാണാനിടയായി. എന്നാൽ അത്തരത്തിലൊരു റിപ്പോർട്ടാണ് ഇപ്പോഴും പുറത്തു വരുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ഒരു സ്ത്രീ എയർപോർട്ടിൽ ഇരിക്കുന്നു. ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു വിഷ്വലാണിത്. ടെഹ്റാനിലെ മെഹ്റാബാദ് എയർപോർട്ടിലാണ് ഈ സ്ത്രീ ഇരിക്കുന്നത്. ഈ സ്ത്രീ ഹിജാബ് ധരിക്കാതെ ആ എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ ഈ സ്ത്രീയുടെ വസ്ത്രവിധാനം ഇഷ്ടപ്പെടാത്ത ഒരു മത പുരോഹിതൻ അവിടെ എത്തി ഈ സ്ത്രീയെ നിശിതമായി വിമർശിക്കുന്നു, അതിഭീകരമായി ശകാരിക്കുന്നു. ആ സ്ത്രീ ഉടനെ തന്നെ എന്താണ് ചെയ്തതെന്നറിയാമോ? ആ മതപുരോഹിതന്റെ തലയിലെ സ്കാർഫ് അത് വലിച്ചെടുക്കുകയും അതിനുശേഷം അത് അവരുടെ ഹിജാബായി ധരിക്കുകയും ചെയ്തു. അതിനുശേഷം ഒച്ചത്തിൽ ആ സ്ത്രീ പറയുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് എന്നെ ബഹുമാനിക്കാമല്ലോ. അതായത് ഹിജാബ് ധരിക്കാത്ത ഒരു സ്ത്രീയെ ബഹുമാനിക്കേണ്ട എന്നുള്ള ഇറാൻ മതപൗരോഹിത്യത്തിന്റെ തലയിലേറ്റ അടിയായി ഈ വിഷ്വൽ മാറുകയാണ് എന്നുള്ളതാണ്. ഇറാനിയൻ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മസിക് അലി നജാദാണ് ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നതും. ഹിജാബ് ധരിക്കാത്തതിന് പുരോഹിതൻ തന്നെ ശല്യപ്പെടുത്തിയതിന് ധീരമായ രീതിയിൽ ആ പുരോഹിതന് നേരെ വാളെടുത്ത സ്ത്രീ എന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ മസിഹ് അലി നജാദ്, അദ്ദേഹമല്ല, അവരൊരു സ്ത്രീയാണ്, അവർ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരിക്കുന്നത്. ആ സ്ത്രീ ഇങ്ങനെ എഴുതുന്നു, അലി നജാദ് എന്ന് പറയുന്ന ആ മാധ്യമ പ്രവർത്തക ഇങ്ങനെ എഴുതുന്നു, ടെഹ്റാനിലെ മെഹ്റാബാദ് എയർപോർട്ടിൽ ഒരു ധീരയായ ഒരു സ്ത്രീ ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ തന്നെ ഉപദ്രവിക്കുന്ന ഒരു പുരോഹിതനെ നേരിട്ടു. ധീരമായ ധിക്കാരത്തോടെ അവൾ അവന്റെ തലപ്പാവ് നീക്കി ഒരു സ്കാർഫ് പോലെ ധരിച്ചു. അടിച്ചമർത്തലിനെ ചെറുത്തുനിൽപ്പാക്കി. അവൾ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, വർഷങ്ങളായി പുരോഹിതന്മാർ തങ്ങളുടെ തലപ്പാവും അങ്കികളും പവിത്രവും തൊട്ടുകൂടാത്തതുമെന്നുമാണ് അവകാശപ്പെടുന്നത്. ഇതാണ് കൃത്യമായിട്ടുള്ള പോയിന്റ്. അതായത് തലയിലിരിക്കുന്ന തലപ്പാവ് മറ്റുള്ള ആൾക്കാർ തുടരുത്, പ്രത്യേകിച്ച് സ്ത്രീകൾ എന്നുള്ളതാണ് ഇറാനിയൻ പുരോഹിതന്മാരുടെ നിയമം. അങ്ങനെയുള്ള തലപ്പാവാണ് ഈ സ്ത്രീ വലിച്ചെടുത്ത് തൻ്റെ സ്കാർഫാക്കി മാറ്റിയത്. എന്നാൽ ഈ സ്ത്രീയുടെ ആ പ്രതിഷേധം ആ മിഥ്യാധാരണയെ തകർത്തു കളഞ്ഞു. ഇതും ആചാരമാണ്, ഇതും മാറേണ്ടതാണല്ലോ എന്നാണ് പറയുന്നത്. ഇറാനിയൻ സ്ത്രീകൾ ലിംഗവർണ്ണ വിവേചനത്താൽ ക്ഷീണിതരും രോഷാകുലരുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ പോസ്റ്റ് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി പങ്കുവച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.